ഞാൻ മുറ്റടിക്കുന്ന ടൈമിലായിരുന്നു കേട്ടോ അച്ഛൻ്റെയും മോൻ്റെയും ക്രിക്കറ്റ് കളി മുറ്റത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് മുറ്റടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ പിന്നെ ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ, എൻ്റെ മുറ്റടി നത്തം മുടങ്ങി. പക്ഷേ മുറ്റം ഇങ്ങനെ കിടക്കാൻ പറ്റില്ല, അച്ഛനും മോനും കൂടിയിട്ട് ആ ഫ്രണ്ട് ഭാഗം അങ്ങോട്ട് വൃത്തിയാക്കിക്കോന്ന് കേട്ട പാടത്തന്നെ രണ്ടാളും കൂടി ഇറങ്ങിയിട്ട് രണ്ടുപേരും കൂടി നല്ല ക്ലീൻ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ മുറ്റടിക്കുന്ന നേരത്തായിരുന്നു ഞാൻ പോയി മേലൊക്കെ കഴുകി വന്നിട്ടുണ്ടായിരുന്നു. കാരണം വിളക്ക് കൊളുത്താൻ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിതേ നമ്മുടെ വിളക്കൊക്കെ കൊളുത്തി. മെയിൻ സംഭവം നമ്മുടെ സാമ്പ്രാണിയുടെ കുറേ പേര് പറയുന്നുണ്ട് ഇതിൻ്റെ സ്മെല്ല് നല്ലതല്ല, എന്താ ക്യാൻസർ വരുന്നൊക്കെ. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര അഡിക്ഷനാണ് ഞാനിതിൽ. ഇപ്പോൾ കുറച്ചായിട്ട് 2 നേരം ഞാൻ കത്തിക്കാറില്ല കേട്ടോ. ഏതെങ്കിലും ഒരു നേരമാണോ ഒന്ന് കത്തിച്ച് വെക്കണുള്ളൂ. കാരണം അതെല്ലാം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ അച്ഛനും മോനും കൂടിയിട്ട് ഇതേ മുറ്റൊക്കെ അടിക്കൽ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ അതേ ഷൂ ഒക്കെ കഴുകി അവിടെ അതേ ഉണക്കാൻ വെച്ചേക്കാം കേട്ടോ. പിന്നെ ചെടി നനയ്ക്കേണ്ട കാര്യം സത്യം പറഞ്ഞാൽ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ വിൻഷായിട്ടുണ്ടെങ്കിൽ മുന്നേ നനയ്ക്കാറുണ്ടെന്ന് മറന്നു. അപ്പോൾ പിന്നെ ഞാൻ വൈകുന്നേരമാണോ ഇരുട്ടായോ നോക്കിയില്ല, ഞാൻ അങ്ങോട്ട് നനച്ചു കൊടുത്തു കേട്ടോ. പിന്നെ അതേ നമ്മൾ പുറപ്പെട്ടിട്ട് പോകണത് എങ്ങോട്ടാണെന്നറിയാം, നമ്മുടെ ജിഷ്ണുവേട്ടൻ്റെ വീട്ടിലേക്കാണ്. കാരണം നമ്മുടെ സുജിലേനെ അതേ വീട്ടിലേക്ക് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഉണ്ണിക്ക് 90 കൊണ്ടുവരൂല, അങ്ങനെ കൊടുന്നേക്കാണ്. നമ്മൾ ജിത്തുട്ടേന്റെ വീട്ടിലായിട്ട് എത്തിയത്. അവിടെ അതേ ജിത്തുട്ടേട്ടനും പാറും ഉണ്ണിയൊക്കെ ഉണ്ട്. അവരെയും കൂട്ടിയിട്ട് നേരെ ജിഷ്ണുവേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നേ. ജിഷ്ണുവേട്ടൻ ഇവിടെ നല്ല അടിപൊളിയായിട്ട് അക്വറിയൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ 2 പേരുടെയും വീട് അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് 2 വീട്ടിലേക്കും പോകാൻ എളുപ്പമാണ്. സത്യം പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ കൂടിയിട്ട്, കാരണം നമ്മുടെ സുജിലെ ഡെലിവറി കഴിഞ്ഞിട്ട് അവിടെ ആയ കാരണം നമുക്ക് അങ്ങനെ എല്ലാവരും കൂടി കൂടാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ മീറ്റ് ചെയ്യണത്. ജിഷ്ണുവേട്ടൻ പിന്നെ അതേ മോളിലേക്കുള്ള റൂം പുതിയത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കാണുകയാണ്. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഉണ്ണീനെ കൂട്ടിക്കൊണ്ടുവരുമ്പോഴേക്കാണ് കേട്ടോ അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചുറ്റി നടന്ന് അതും കൂടിയും കാണുന്നുണ്ട്. ബാൽക്കണിയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റൂമും അതേട്ടാ എല്ലാ സൗകര്യത്തോടും കൂടിയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയാണെങ്കിലും ചൂടിനൊരു രക്ഷയില്ല കേട്ടോ. നമുക്ക് മുകളിലത്തെ റൂമിലേക്ക് കയറിയപ്പോൾ നല്ല ചൂട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ സുജില ഇതേ ഞങ്ങൾക്ക് വെള്ളവും നമ്മുടെ ബേക്കറി ഐറ്റംസ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും വട്ടട്ടിരുന്ന് കുറേ നേരം വർത്താനം പറഞ്ഞു. പിന്നെ മാറി മാറി ഉണ്ണീനെ എടുക്കട്ടെ എല്ലാവരും. ഇവിടെ രേഖ ചേച്ചി ഇത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണിക്ക് എല്ലാവരുടെ അടുത്തേക്കും വേറെ ഇഷ്ടം തോന്നുന്നു കേട്ടോ. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടിയിലേക്ക് പോകുന്നു കേട്ടോ. അടിയിലേക്ക് പോന്നിട്ട് പോകാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉണ്ണീനെ എടുത്തിട്ട് കുറച്ചേരം ഇത് കൂടെ ഒക്കെ നടന്നു കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ പളിങ്ങിരിക്കുന്നുണ്ട്. ഇപ്പം എന്താണ് ആവട്ടെ, ചെറുകിട പിള്ളേരനൊക്കെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ മടിയിൽ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. പണ്ടൊന്നും ഇങ്ങനെ നടന്നില്ല കേട്ടോ. എൻ്റെ ഒക്കെ തിരിക്കുകയിലേക്ക് തോന്നുന്നു വണ്ണം വെച്ചോണ്ടാ തോന്നുന്നു. അവർക്ക് ഇരിക്കാൻ നല്ല സുഖമുണ്ട് തോന്നുന്നേ. പിന്നെ അതും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുമ്പോൾ ഇൻഷായിട്ട് ഞങ്ങൾക്ക് ബിരിയാണിയും ചിക്കൻ ചില്ലിയും ബീഫ് ചില്ലിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കറുകപ്പുത്തൂർ റെയിൻബോന്ന് കുറേ ദിവസമായിട്ട് ഇപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടുത്തെ ബീഫ് ചില്ലി. അപ്പോൾ ഞങ്ങൾ പണ്ടൊക്കെ ഇവിടെ വന്നിട്ടാണ് ഫുഡ് കഴിച്ചിടുന്നേ. ഇപ്പോഴല്ലോ പട്ടാമ്പി പോയി തുടങ്ങിയത്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ട്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.